ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. അപ്പോൾ നമ്മുടെ JCI എക്സാം ഇന്ന് വന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മാസം ആകുമ്പോൾ തന്നെ നമുക്ക് എക്സാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ ഈ എക്സാമിൽ IT ഒരു പ്രധാന ടോപ്പിക്കാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 10 മാർക്കിന് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അല്പം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ 10 മാർക്ക് മുഴുവൻ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ IT എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി കൂടുതൽ കാര്യങ്ങളൊന്നും സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ സൈബർ നിയമങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഇത് നിഷ്പ്രയാസം പഠിച്ചെടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. IT ഭാഗം ആരും സ്കിപ്പ് ചെയ്യരുത്. 10 മാർക്കിനെ ചോദിക്കുകയുള്ളൂ എന്ന് കരുതി ആരും സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ ഇതുവരെയും കാര്യമായിട്ട് പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. ഇനി നമുക്ക് സിലബസിലെ എല്ലാ മേഖലയും കുത്തിയിരുന്ന് പഠിക്കുവാനുള്ള ഒരു സമയമില്ല. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം പഠിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ പരീക്ഷയുടെ ട്രെൻഡ് അനുസരിച്ച് പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും പ്രസ്താവന തരത്തിൽ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വളഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഒന്ന് നല്ല വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാതൃകാ പരീക്ഷ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 4-ാം തീയതിയാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഈ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും, ഗൂഗിൾ ഫോം ലിങ്ക് ഉണ്ടാവും. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക കേട്ടോ. വെന്യൂ, ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ വരുന്ന വീഡിയോസിലൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ നമ്പറിലൂടെയൊക്കെ അറിയിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിക്കകത്ത് എടുത്തു പറയുന്ന സൈബർ ക്രൈംസ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും വിവിധ IT ഒഫൻസസ് എന്തൊക്കെയാണ്, മാത്രമല്ല IT സെക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിപ്പോ ഏത് പരീക്ഷ ആയാലും, PSC ഇപ്പോൾ അടുത്തിടെ നടത്തിയ ഏത് പരീക്ഷ ആയാലും IT സെക്ഷൻസിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. PSCയുടെ ഇഷ്ട ചോദ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒത്തിരി സെക്ഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി എന്ന് പറയുമ്പോൾ ഒരുപാട് സെക്ഷൻസ് ഒന്നുമില്ല, കുറച്ച് സെക്ഷൻസ്. അപ്പൊ അത് എല്ലാവരും നിർബന്ധമായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഉറപ്പ് പറയാൻ കഴിയും 2 മാർക്ക് നിങ്ങൾക്ക് ഈ എക്സാമിന് കിട്ടിയിരിക്കും. IT ആക്ടുകളും സെക്ഷൻസും പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് ഷുവർ ആയിട്ടും കിട്ടിയിരിക്കും. കാരണം PSCയുടെ ഇഷ്ട ചോദ്യമാണ്, റാങ്ക് മേക്കിംഗ് ഫാക്ട് കൂടിയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സൈബർ ക്രൈംസ് ആൻഡ് ലോസ് ഇൻ ഇന്ത്യയില് സൈബർ ക്രൈംസും ലോസും, അതായത് 2000 IT ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 ഇന്ത്യയിൽ എന്ത് ചെയ്തത്, നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോ അന്ന് മുതലാണ് ഇന്ത്യയിൽ IT നിയമങ്ങൾ കൂടുതലായിട്ട് പ്രാബല്യത്തിൽ വന്നത് കേട്ടോ. കാരണം കമ്പ്യൂട്ടറൊക്കെ കൂടുതൽ പോപ്പുലർ ആയത് 2K മുതലാണ്. അതിന് മുന്നേ ഉണ്ടെങ്കിലും ഈ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം തടയുവാനുമായിട്ടും അതുപോലെ തന്നെ ഈ സൈബർ ക്രൈംസിന് തക്കതായ ശിക്ഷ നൽകുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ IT ആക്ട് എന്ത് ചെയ്തത്, നിലവിൽ വന്നത്, അല്ലെങ്കിൽ അത് പുറപ്പെടുവിച്ചതെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് കോമൺ ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ്. ചില സൈബർ ക്രൈംസ്, അതിനൊരു ടേം ഉണ്ട്. ഒരു ടേമിലായിരിക്കും ആ സൈബർ ക്രൈമിനെ പറയുന്നത്. അത് എന്താണ്, ഓരോന്നും എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. പ്രസ്താവന തരത്തിലുള്ള ചോദ്യമായിട്ട് തന്നെ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്റെ ഈ ക്ലാസ് കാണുമ്പോൾ എല്ലാവരും ഒരു ലെക്ചർ നോട്ടിൽ കുറിച്ചെടുക്കുക കേട്ടോ. പറയുന്ന ഫാക്ട്സ് എല്ലാം കുറിച്ചെടുക്കുക. ഫസ്റ്റ് പഠിക്കേണ്ടത് ഹാക്കിംഗ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്ന ഈ ഒരു സമയം, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്ന സമയത്ത് പോലും പല രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പല സിസ്റ്റംസും ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടാവാം കേട്ടോ. ഒരു യൂസർ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടാവാം. ഇന്ന് ലോകം നേരിടുന്ന, അല്ലെങ്കിൽ സൈബർ മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പല ഉദ്ദേശങ്ങളും ഈ ഹാക്കിങ്ങിന് പുറകിലുണ്ടാവാം. ഹാക്കിംഗ്, unauthorized access to computer systems or networks. ഒരു നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ
ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യുക, അനധികൃതമായിട്ട് അതിൽ കയറിക്കൂടി അതിനകത്തുള്ള പ്രോഗ്രാമുകളെ എല്ലാം അഴിച്ചുപണിയുക, മാൽ ഫങ്ഷനിങ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഹാക്കിങ്ങിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് എന്ത് ചെയ്യുക, അറിയുക കേട്ടോ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഡിഫൻസിന്റെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുക, മിലിറ്ററി വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുക. അപ്പോ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ന്യൂസ് പേപ്പറിലൂടെയും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു വ്യക്തി ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലോ ഒരു നെറ്റ്വർക്കുകളിലോ അല്ലെങ്കിൽ ഒരു വലിയ ഓർഗനൈസേഷന്റെ കമ്പ്യൂട്ടർ സിസ്റ്റംസിലോ ഒക്കെ കയറി അല്ലെങ്കിൽ സെർവറിലോ ഒക്കെ കയറി പ്രോഗ്രാമുകളൊക്കെ മാൽ ഫങ്ഷൻ ചെയ്ത് അതിന്റെ ഫങ്ഷൻസിനെ അഫക്റ്റഡ് ആക്കുക, ഈ ഒരു പ്രോസസ്സിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് ചെയ്യുന്ന വ്യക്തികളെ പറയുന്ന പേരാണ് ഹാക്കർ കേട്ടോ, ഹാക്കർ. ഈ ഹാക്കിങ്ങിനെ പൊളിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ട ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാതെ തടയുവാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയും. എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കിംഗ് തടയുവാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽസിനെയാണ് എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാക്കിംഗ് തടയുവാനായിട്ടുള്ള പ്രോസസ്സാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കുക കേട്ടോ. എത്തിക്കൽ ഹാക്കിംഗ് അപ്പൊ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും, എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സിനെ കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹാക്കിംഗ് എന്താണെന്ന് പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഫിഷിംഗ്. ഈ ഫിഷിംഗും ഹാക്കിംഗും ഒന്നും തിരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പൊ അത് വ്യത്യസ്തമാക്കി തന്നെ പഠിക്കുക. എന്താണ് ഫിഷിംഗ് എന്ന് നോക്കാം. Fraudulent attempts to obtain sensitive information by pretending to be a trustworthy entity. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷന്റെ പേരിൽ ഇമെയിൽസ് അയച്ച് ആൾക്കാരുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ലോഗിൻ ഡീറ്റെയിൽസ് ഇതെല്ലാം തട്ടിയെടുക്കുക, ആ ഒരു പ്രോസസ്സിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഇമെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ എസ് എം എസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അല്ലെ. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ ഏതോ ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്ന മെസ്സേജ് ആണ് എന്ന് തോന്നും. പക്ഷേ അത് നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ബാങ്കിലുള്ള കാഷ് ഒക്കെ ഇവർ എന്ത് ചെയ്തുകൊണ്ട് പോകും, എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പേരിൽ തട്ടിപ്പ് നടത്തുക, അതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. എന്താണ് അവരുടെ ഉദ്ദേശം? നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്ക് ലോഗിൻ യൂസർ ഐ ഡി, പാസ്വേഡ് തട്ടിയെടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫിഷിംഗിന്റെ പരിധിയിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത് കേട്ടോ. സോ അത്തരത്തിലുള്ള മെസ്സേജസിൽ എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക ബാങ്കുകാരും പറയുന്നുണ്ട്, ഒരു കാരണവശാലും ബാങ്കിൽ നിന്ന് ഒരിക്കലും ഒരു അക്കൗണ്ട് ഹോൾഡറിന്റെ യൂസർ ഐ ഡിയോ പാസ്വേഡോ ഒന്നും ചോദിക്കില്ല എന്നും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് അറിയിപ്പ് തരാറുണ്ട്. എങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ ചെന്ന് പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെപ്പോഴും സൂക്ഷിക്കുക. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ്. സ്റ്റീലിംഗ് പേഴ്സണൽ ഇൻഫർമേഷൻ ടു ഇംപേഴ്സണേറ്റ് സംവൺ. അതായത് ഒരാളുടെ ഐഡന്റിറ്റി എടുത്തിട്ട് അയാളെന്ന വ്യാജേനെ നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈൻ ആയിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മെസ്സേജസും കാര്യങ്ങളൊക്കെ അയക്കും. ഇതിനെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോ എ എന്ന് പറയുന്ന ഒരാള്, ആ എ എന്ന് പറയുന്ന ആളിന്റെ എഫ് ബി പേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന്റെ ഫോട്ടോയോ ഒക്കെ വെച്ചുകൊണ്ട് മറ്റൊരാള് എന്ത് ചെയ്യുകയാണ്, അതുവഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയും അല്ലെങ്കിൽ ആൾക്കാരോട് പൈസയൊക്കെ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് എന്ത് ചെയ്യാൻ പറയാം കേട്ടോ. ഒരാള് എന്ന വ്യാജേന അയാളുടെ ഐഡന്റിറ്റി തട്ടിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈനായിട്ട് പ്രവർത്തിക്കും. ഇതിനെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. സ്റ്റീലിംഗ് പേഴ്സണൽ ഇൻഫർമേഷൻ ടു ഇംപേഴ്സണേറ്റ് സംവൺ. അപ്പൊ ഇത് ഒത്തിരി ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ പേരിൽ ഒത്തിരി ഫേക്ക് ഐഡീസ് ഉണ്ടല്ലേ. FB ആയാലും ഇൻസ്റ്റ ആയാലും അങ്ങനെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം ഫേക്ക് ഐഡീസ് ധാരാളമായിട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഫേക്ക് ഐഡീസ് വെച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒത്തിരി വിരുദ്ധന്മാര് ഇന്ന് ഓൺലൈനിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും അലർട്ടായിട്ടിരിക്കുക കേട്ടോ. ദെൻ സൈബർ സ്റ്റാക്കിംഗ്. എന്താണ് സൈബർ സ്റ്റാക്കിംഗ്? യൂസിങ് ദ ഇന്റർനെറ്റ് ടു സ്റ്റാക്ക് ഓർ ഹറാസ് ആൻഡ് ഇൻഡിവിജ്വൽ. അതായത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട്
ഒരു വ്യക്തിയെ ഹറാസ് ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സൈബർ സ്റ്റാക്കിംഗ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം കേട്ടോ. പല രീതിയിൽ ചൂഷണം ചെയ്യുക, ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സംവിധാനങ്ങൾ വഴി വിവിധ തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ പല രീതിയിലും ചൂഷണം ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ക്രൈമിന്റെ പരിധിയിൽ പെടുന്നതാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ എന്നും മിക്ക ദിവസങ്ങളിലും പത്രത്തിൽ ഒക്കെ കാണുന്നുണ്ട് അല്ലെ. ഇതെല്ലാം സൈബർ സ്റ്റാക്കിങ്ങിന്റെ പരിധിയിലാണ് വരുന്നത്. ദെൻ ചൈൽഡ് പോണോഗ്രഫി, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓർ ക്രിയേറ്റിംഗ് എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് ഇൻവോൾവിംഗ് മൈനേഴ്സ്, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു സൈബർ ക്രൈമിന്റെ പരിധിയിലാണ് എന്ത് ചെയ്യുന്നത് പെടുന്നത് കേട്ടോ. അതും മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തൊക്കെ പഠിച്ചു? ഹാക്കിംഗ് എന്താണെന്ന് പഠിച്ചു, ഫിഷിംഗ് എന്താണെന്ന് പഠിച്ചു, ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണെന്ന് പഠിച്ചു, സൈബർ സ്റ്റാക്കിംഗ് എന്താണെന്ന് പഠിച്ചു, ചൈൽഡ് പോണോഗ്രഫി എന്താണെന്ന് പഠിച്ചു. അപ്പൊ ചില ടേമൊക്കെ കേൾക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ ചൈൽഡ് പോണോഗ്രഫി, അതേപോലെ ഐഡന്റിറ്റി തെഫ്റ്റ്, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആ ഒരു വാക്കിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കും. പിന്നെ ഹാക്കിങ്ങും അറിയാം. പിന്നെ ഈ ഫിഷിംഗ്, സൈബർ സ്റ്റാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് തിരിച്ച് അറിയണം കേട്ടോ. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങളിൽ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഓൺലൈൻ ഫ്രോഡ് ആൻഡ് സ്കാംസ്. ഫിനാൻഷ്യൽ ഫ്രോഡ് ഇൻക്ലൂഡിംഗ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ഓൺലൈൻ ഷോപ്പിംഗ് ഫ്രോഡ് എക്സെട്ര. ഇപ്പൊ ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 50% ഫ്രോഡ് മെയിൽസ് ആണ് കാണുന്നത് അല്ലെ. നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള പൈസയും സമ്പാദ്യവും ഒക്കെ എടുത്തുകൊണ്ട് പോകാം എന്നുള്ള രീതിയിൽ ഉള്ള ഒത്തിരി മെയിൽസ് അതിനകത്തുണ്ട്. അതായത് നമുക്ക് ഓൺലൈൻ ജോബ് തരുന്നു, ഓൺലൈൻ ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ അങ്ങോട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നിട്ടുള്ള ഇമെയിൽസും മെസ്സേജസ് ഒക്കെ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ വാട്സാപ്പിൽ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ FB മെസ്സഞ്ചറിൽ കാണാം, അതേപോലെ തന്നെ നമ്മുടെ ഇമെയിലിൽ കാണാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കുക കേട്ടോ. നമ്മൾ അൺനെസസറി ആയിട്ടുള്ള മെയിൽസിലൊന്നും റിപ്ലൈ കൊടുക്കാതിരിക്കുക. ഒരു കാരണവശാലും അൺനെസസറി ആയിട്ടുള്ള ലിങ്കുകളിലൊന്നും കയറി ക്ലിക്ക് ചെയ്യാണ്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിലെ കാശ് മൊത്തം പോവാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഓൺലൈൻ ഫ്രോഡ് ആൻഡ് സ്കാംസ്, ഫിനാൻഷ്യൽ ഫ്രോഡ് ഇൻക്ലൂഡിംഗ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ഓൺലൈൻ ഷോപ്പിംഗ് ഫ്രോഡ് എക്സെട്ര. ഇപ്പോൾ ആമസോൺ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ നമ്മളെല്ലാവരും, ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും മീഷോ ആയാലും മിന്ത്ര ആയാലും ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ എന്തൊരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓൺലൈനിൽ നോക്കും. കാരണം ഓൺലൈൻ സൈറ്റുമായിട്ടൊക്കെ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആമസോണിന്റെ അതേ രൂപഭാവമുള്ള ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പൊ ആമസോണിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിനകത്ത് കാണുന്ന ഇന്റർഫേസ് എന്തൊക്കെയാണോ അതേപടി തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റുകളും അവൈലബിൾ ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരുപക്ഷെ യഥാർത്ഥ ആമസോണിൽ കയറി ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റിലൊക്കെ കയറി നമ്മൾ ബുക്ക് ചെയ്ത് ക്യാഷും പേ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഈ ഒരു ഓൺലൈൻ ഫ്രോഡ് ആൻഡ് സ്കാംസിന്റെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ഓൺലൈൻ ഫ്രോഡ് ആൻഡ് സ്കാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡുകൾ, അതേപോലെ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിന്റെ പരിധിയിൽ വരാവുന്നതാണ്. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓൺലൈൻ ഫ്രോഡ് ആൻഡ് സ്കാംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒത്തിരി സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അതിന്റെ പരിധിയിൽ പെടുത്താവുന്നതാണ് കേട്ടോ. സൈബർ ടെററിസം യൂസിങ് ഇന്റർനെറ്റ് ടു പ്ലാൻ ഓർ ക്യാരി ഔട്ട് ആക്ട്സ് ഓഫ് ടെററിസം. സൈബർ തീവ്രവാദം, അതായത് തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അതുവഴി കുറെ ജനങ്ങളുടെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലും ഒരു അറ്റാക്കിനൊക്കെ പ്ലാൻ ചെയ്യുക. ഇതെല്ലാം സൈബർ ടെററിസത്തിന്റെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ടായിരിക്കും ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ എവിടെ നിന്നാണ് ഈ മെസ്സേജ് വന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുവാനും കുറെ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് അറിയുക കേട്ടോ. അപ്പൊ സൈബർ ടെററിസം എന്ന് പറയുമ്പോഴത്തേക്ക് യൂസിങ് ദ ഇന്റർനെറ്റ് ടു പ്ലാൻ ഓർ ക്യാരി ഔട്ട് ആക്ട്സ് ഓഫ് ടെററിസം. ഇന്റർനെറ്റും അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സൈബർ ടെററിസത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. Then virus worms, Trojan attacks, distributing malicious software to damage or disrupt systems കേട്ടോ. അപ്പൊ നമുക്കറിയാം വൈറസ്, വോംസ്, ട്രോജൻസ് ഇതെന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിനെ നശിപ്പിക്കുവാൻ
ശക്തിയുള്ള തരത്തിലുള്ള ഒരു തരം ഫയലുകളാണ് ഈ വൈറസുകൾ, പിന്നെ വോംസ്, ട്രോജൻ അറ്റാക്സ് എന്നൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിനെയും ഒക്കെ മാൽ ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇവയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മേജർ ഹാർഡ്വെയർ കംപ്ലൈന്റിന് പോലും ഈ വൈറസ് പോലുള്ള കാര്യങ്ങൾ നയിച്ചേക്കാം. സോ നമ്മൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ആന്റിവൈറസ് ഇട്ട് സ്കാൻ ചെയ്യുക, ആവശ്യമെങ്കിൽ ഫോർമാറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് വൈറസിനെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും കേട്ടോ. ദെൻ ഡാറ്റ തെഫ്റ്റ്, അൺഓതറൈസ്ഡ് കോപ്പിംഗ് ഓർ റിട്രീവൽ ഓഫ് ഡാറ്റ. ഡാറ്റ തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ മോഷണം. അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു സിസ്റ്റത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഡാറ്റയെ മോഷ്ടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡാറ്റ തെഫ്റ്റ് എന്ന് പറയുന്നത് സൈബർ ക്രൈമിന്റെ പരിധിയിലാണ് അത് പെടുത്തുന്നത് കേട്ടോ. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവരുടെ ഡേറ്റ എന്ന് പറയുന്നത് എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതൊരു കാരണവശാലും അൺഓതറൈസ്ഡ് ആയിട്ട് പുറത്തു പോകാൻ പാടുള്ളതല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് കീ സൈബർ ലോസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കുറച്ച് സൈബർ ലോസും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സെക്ഷൻസും നമ്മൾ പഠിക്കണം കേട്ടോ. സെക്ഷൻസ് നല്ല വൃത്തിയായിട്ട് എന്തായാലും പഠിച്ചേ തീരൂ, കാരണം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും ഉറപ്പാണ് കേട്ടോ. അത് JCI പരീക്ഷ ആയിക്കൊള്ളട്ടെ, ഇനി PSC നടത്താൻ പോകുന്ന മറ്റ് പരീക്ഷ ആയിക്കൊള്ളട്ടെ, എല്ലാ PSC പരീക്ഷകൾക്കും IT ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സൈബർ ലോസും ഉണ്ടായിരിക്കും. ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം സെക്ഷൻ 43 നമ്മൾ ആദ്യം പഠിക്കുന്നത്. സെക്ഷൻ 43 പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ സിസ്റ്റംസ് എക്സെട്ര. അപ്പൊ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഡാമേജ് വരുത്തുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മനഃപൂർവ്വം ഒരു ദുരുദ്ദേശത്തോടു കൂടി നമ്മൾ അതിനെ മാൽഫങ്ഷൻ ചെയ്യുകയോ കേടുപാടുകൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 43 പ്രകാരം അത് കുറ്റകൃത്യമാണ് കേട്ടോ. അപ്പൊ സെക്ഷൻ 43 എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ സിസ്റ്റം എക്സെട്ര. സെക്ഷൻ 66 കമ്പ്യൂട്ടർ റിലേറ്റഡ് ഓഫൻസസ്. കമ്പ്യൂട്ടർ റിലേറ്റഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, ഇതാണ് സെക്ഷൻ 66 എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത് കേട്ടോ. സെക്ഷൻ 66 കുറച്ച് ഭാഗങ്ങളുണ്ട്, നമുക്ക് നോക്കാം. സെക്ഷൻ 66A പണിഷ്മെന്റ് ഫോർ സെൻഡിങ് ഓഫൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഉപയോഗിച്ച് ഓഫൻസീവ് മെസ്സേജുകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 66A പ്രകാരം അത് സൈബർ ക്രൈം ആയിരുന്നു എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം 2015 ആ ഒരു നിയമം സുപ്രീം കോടതി എന്ത് ചെയ്തു, ടെർമിനേറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ സെക്ഷൻ 66A എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഡിവൈസസോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസോ ഒക്കെ ഉപയോഗിച്ച് അപകീർത്തിപരമായിട്ടുള്ള മെസ്സേജുകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് 66A പ്രകാരം കുറ്റകൃത്യമായിരുന്നു. എന്നാൽ 2015 ആ ഒരു നിയമത്തെ സുപ്രീം കോടതി മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. സെക്ഷൻ 66B എന്താണെന്ന് നോക്കുക. എന്താണ് സെക്ഷൻ 66B? പണിഷ്മെന്റ് ഫോർ ഡിസ്ഹോണസ്റ്റ്ലി റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അതായത് ഈ മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടർ ഡിവൈസസോ റിസോഴ്സസോ ഒക്കെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 66B പ്രകാരം അത് കുറ്റകൃത്യമാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 66C പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ്. ഒരാളുടെ ഐഡന്റിറ്റിയെ മോഷ്ടിച്ച് അതിനെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ശിക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 66C എന്ന് പറയുന്നത്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അല്ലെ. ഒരാളെന്ന വ്യാജേന നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺലൈനിൽ പെരുമാറുകയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സെക്ഷൻ 66C പ്രകാരം കുറ്റകൃത്യമാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോട്ടോയും പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ വെച്ച് ഒരു FB പേജ് തുടങ്ങി നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലുള്ള ആൾക്കാരോട് പൈസയൊക്കെ ചോദിക്കുന്ന കുറെ ടീമുകളുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം ഐഡന്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് എന്ന് അറിയുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് സെക്ഷൻ 66D എന്താന്ന് നോക്കാം. പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണലൈസേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. അപ്പൊ കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ഒരു വ്യക്തിത്വത്തിനെയോ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 66D പ്രകാരം അതും ഒരു കുറ്റകൃത്യമാണ് എന്ന് അറിയുക. ദെൻ സെക്ഷൻ 66E പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി. അതായത് ഒരാളുടെ സ്വകാര്യതയെ
വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൈവസിയെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 66 ഈ പ്രകാരം അത് കുറ്റകൃത്യമാണ് കേട്ടോ. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോട്ടോ ചിത്രം പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെക്ഷൻ 66 ഈ പ്രകാരം കുറ്റകൃത്യമാണ് കേട്ടോ. അല്ലെങ്കിൽ അയാളുടെ അനുവാദമില്ലാതെ തന്നെ അയാളുടെ റിസോഴ്സസ് പ്രചരിപ്പിക്കുക ഇതെല്ലാം സെക്ഷൻ 66 ഈ പ്രകാരം കുറ്റകരമാണ്. സെക്ഷൻ 67 പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. അതായത് അപകീർത്തികരമായിട്ടുള്ള ഡാറ്റാസ് ഇലക്ട്രോണിക് ഫോമിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് വഴി പ്രചരിപ്പിക്കുകയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 67 പ്രകാരം അത് കുറ്റകൃത്യമാണ്. അതനുസരിച്ചായിരിക്കും അവർക്കുള്ള പണിഷ്മെന്റ് എന്ത് ചെയ്യുന്നത് നൽകുന്നത് കേട്ടോ. ദെൻ സെക്ഷൻ 67A punishment for publishing or transmitting material containing sexually explicit acts etc in electronic form. അതായത് അശ്ലീലപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ല അശ്ലീല ചിത്രങ്ങളോ വീഡിയോസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകളോ ഒക്കെ ഇലക്ട്രോണിക് ഡിവൈസസ് വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ മൊബൈൽ വഴിയോ ഒക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 67A പ്രകാരം അതും ഒരു സൈബർ ക്രൈം ആണ് എന്ന് എന്ത് ചെയ്യുക അറിയുക കേട്ടോ. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 67B punishment for publishing or transmitting material depicting children in sexually explicit acts etc in electronic form. അതായത് സെക്ഷൻ 67B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളോ മറ്റും പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ മൊബൈൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓറിയന്റഡ് ഉപകരണങ്ങൾ ഉപയോഗിച്ചോ ഒക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 67B പ്രകാരം അത് കുറ്റകൃത്യമാകുന്നു. വലിയൊരു കുറ്റകൃത്യമാണ് കേട്ടോ. അതിന്റെ പണിഷ്മെന്റും ഒത്തിരി വലുതാണ്. Then section 69 powers to issue directions for interception or monitoring or decrypting of any information through any computer resources. അതായത് നമ്മൾ പാസ്വേഡ് തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്ത് അതിനകത്തുള്ള ഇൻഫർമേഷനോ ഒക്കെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സെക്ഷൻ 69 പ്രകാരം കുറ്റകൃത്യമാകുന്നു എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ. Then section 69A power to issue directions for blocking for public access of any information through any computer resources. അപ്പൊ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് മുഖേന എന്തെങ്കിലുമൊക്കെ അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിനെ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിനെയോ സോഫ്റ്റ്വെയറിനെയോ ഒക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള തടയാനായിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 69A എന്ന് പറയുന്നത് കേട്ടോ. ചില പോൺ സൈറ്റുകൾ അഡൽട്സ് ഓൺലി പോൺ സൈറ്റുകളൊക്കെ ഇത്തരത്തിലുള്ള സെക്ഷൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് തടഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. അല്ലെങ്കിൽ അപകീർത്തികരമായിട്ടുള്ള തെറ്റായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വെബ്സൈറ്റുകളും മറ്റും ഇത്തരത്തിലുള്ള ആക്ടുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സെക്ഷൻ 69A ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഓരോ സെക്ഷനും ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. ഓരോ സെക്ഷനും എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, എന്താണ് ആ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം PSCക്ക് ഇഷ്ട ചോദ്യമാണ്. അപ്പൊ നമ്മൾ IT സെക്ഷൻസും കുറച്ച് സൈബർ ക്രൈംസും ഒക്കെ എന്താണെന്ന് പഠിച്ചു. അത് ഭംഗിയായിട്ട് പഠിക്കുക. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടറിന് 30 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു പരന്ന പഠനം ഒരിക്കലും സാധ്യമല്ല. അതായത് സിലബസ് എടുത്തു വെച്ചുകൊണ്ട് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വിശാലമായിട്ടുള്ള സിലബസ് ആണ് നമ്മുടേത്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിനകത്ത് കയറി ഒരു ജോലി കിട്ടണം ആ രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് 30 ദിവസത്തെ ഒരു കോഴ്സ് ക്രാഷ് കോഴ്സ് നമ്മുടെ CCയിൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസിലെ കോർ ഏരിയാസ് കവർ ചെയ്യണം. ഇതാണ് നമ്മുടെ പോയിന്റ്. ചുരുങ്ങിയ സമയം കൊണ്ട് കോർ ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യണം കവർ ചെയ്യണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കണം. അത്തരത്തിലുള്ള ഒരു ക്ലാസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഫ്രീ ടൈം ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ട് ആവർത്തിച്ച് കേട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും. നിങ്ങൾ മോഡൽ എക്സാം എഴുതി തന്നെ പഠിക്കുക കേട്ടോ. കാരണം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് ആ ക്വസ്റ്റ്യൻ മുഴുവൻ നിങ്ങൾ ചെയ്ത് തീർക്കണം. അതിന്റെ ആൻസർ എഴുതിയിരിക്കണം. അപ്പൊ മോഡൽ എക്സാം നന്നായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കണം. എല്ലാ ദിവസവും പഠനം അവസാനിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഒരു മോഡൽ എക്സാം നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. നമ്മുടെ കോഴ്സിന് നിങ്ങൾക്ക് മോഡൽ എക്സാം ഒരുപാടുണ്ടാവും. അതുപോലെ ക്വറി ഹാൻഡ്ലിംഗ് എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധ്യാപകരോട് ചോദിച്ചത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ എല്ലാ സബ്ജക്റ്റുകളുടെയും ലൈവ് സെക്ഷൻസ് തത്സമയമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അധ്യാപകരോട് ആശയവിനിമയം നടത്തി പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ
സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സംശയങ്ങളും മെന്ററോട് ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയുക. 30 ദിവസം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് 8921440580 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഒരു കുറിപ്പുണ്ടാക്കി എഴുതി തന്നെ നിങ്ങൾ പഠിക്കുക. ഓരോ സെക്ഷൻസ് എഴുതി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോ സെക്ഷനും എന്തുമായിട്ടാണ് ഡീൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പഠിക്കുക. അതുപോലെ തന്നെ സൈബർ ക്രൈംസ്, അതൊരു പർട്ടിക്കുലർ ടൈമിലാണ് ഓരോ സൈബർ ക്രൈമും അറിയപ്പെടുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു സൈബർ സ്റ്റോക്കിംഗ്, ഹാക്കിംഗ്, ഫിഷിംഗ്, ഇതെല്ലാം ഭംഗിയായിട്ട് പഠിക്കുക. അപ്പോ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.